ഇത് നമ്മൾ കാടമുട്ട ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാടമുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അതിന് വേണ്ടിയിട്ട് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി സവാള, ഒരു പച്ചമുളകിൻ്റെ പകുതി, പിന്നെ കറിവേപ്പില, മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട ഇട്ട് കൊടുക്കാം. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി കൂടി കുറച്ചിട്ട് കൊടുക്കുക. നമ്മളെ കാടമുട്ട ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് സവാള, ഉള്ളിയെല്ലാം ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാ ഞാൻ അതേ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് വറുത്തിട്ടെടുക്കാം. ഇതാ നമുക്ക് സവാളേൻ്റെ പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാടമുട്ടയിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ആവുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇത് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ട്. കണ്ടില്ലേ, മിക്സ് എല്ലാം മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.